ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ സൗണ്ട് ഓക്കെ അല്ല, എനിക്ക് ടോൺസിലൈറ്റിസ് ഉണ്ട്. സോ ഓണത്തിന് 2 ദിവസം മുന്നേ ഒരു തണുത്ത ഡ്രിങ്ക് കഴിച്ചതാണ്. അതേ പിന്നെ എൻ്റെ തൊണ്ട ശരിയായിട്ടില്ല. ഇത് ഓണത്തിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് കുറേ ദിവസമായിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യാണ്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാൻ പകുതി എഡിറ്റ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് ഇതെന്തായാലും കംപ്ലീറ്റ് ചെയ്ത് ഇടാം, എന്നാലാണ് ഇനി ഉള്ള വീഡിയോസൊക്കെ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകേണ്ട വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഡിഷ് വാഷിങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡിഷ് വാഷിങ് കഴിഞ്ഞാൽ തന്നെ പകുതി നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ തലേദിവസം കഴുകി വെച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഓൾറെഡി ഡ്രൈ ആയിട്ടുണ്ട്. അതൊക്കെ ഞാൻ അതിൻ്റേതായ ഡ്രോയറിൽ അങ്ങനെ വെക്കുകയാണ്. എന്നാലാണ് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനുള്ള സ്പേസ് കഴുകി വയ്ക്കുന്ന ആ സംഭവത്തിൽ ഉണ്ടാവുള്ളൂ. ചെറിയ ഒരു റാക്കാണ്, അപ്പോൾ അതിലധികം പാത്രങ്ങൾ കൊള്ളില്ല. സോ ഞാനങ്ങനെ വേഗം എല്ലാം കഴുകിയെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡിഷ് വാഷിംഗ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം. വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ മണി പ്ലാന്റിൻ്റെ ചെടി ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. കാരണം അതിലത്തെ വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഒരുപാട് ഇതുപോലെ ഞാൻ പാത്രങ്ങളിലാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് രൂപത്തിൻ്റെ അവിടെയും വെച്ചിട്ടുണ്ട്, കിച്ചണിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ മാറ്റി ഒന്ന് ഫ്രഷാക്കി വെക്കാമെന്ന്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ പരിപാടി അതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മണി പ്ലാന്റ്സിൻ്റെ വെള്ളമൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ തന്നെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിൽ കുറച്ച് ഇലകളൊക്കെ ചീഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. ഇനി ഇതെല്ലാം എടുത്ത് അതേ സ്ഥാനത്ത് തന്നെ കൊണ്ടുവയ്ക്കണം. അങ്ങനെ നമ്മുടെ മണി പ്ലാന്റ്സ് ഒക്കെ ഞാൻ എടുത്ത് അതേ സ്ഥാനത്ത് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താഴെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അങ്ങനെ വാങ്ങിയ വെജിറ്റബിൾസും ബാക്കിയുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ അതിൻ്റേതായ ബോക്സുകളിലും കൊട്ടകളിലൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു, കാരണം നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ഈ ബണ്ണ് ഞാൻ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഒരുവിധം ഷോപ്പുകളിലൊക്കെ, നോർമൽ ഷോപ്പുകളിലൊക്കെ കിട്ടുന്നൊരു ബണ്ണാണ്. എനിക്ക് സ്വീറ്റ്സ് അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല, പക്ഷേ എനിക്കിത് നല്ല ഇഷ്ടമാണ്. ചായ റെഡിയാവുന്നതിൻ്റെ ആ ഗ്യാപ്പിൽ തന്നെ ഞാൻ ഒരെണ്ണം കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് ആ സമയപ്പോഴത്തേന് നല്ലപോലെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ചായയൊക്കെ കുടിക്കട്ടെ. അങ്ങനെ ചായയൊക്കെ റെഡിയായി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് റൂം ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഒരു റൂം മാത്രം ക്ലീൻ ചെയ്ത് അവിടെ ഇരുന്ന് ചായ കുടിച്ച് കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ റൂമിലിരുന്നിട്ടാണ് എപ്പോഴും ചായയൊക്കെ കുടിക്കാറ്. അപ്പോൾ ഞാൻ ഈ റൂം മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ഇനി ബാക്കിയുള്ള ക്ലീനിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വാഷ് ചെയ്തിട്ട് മുകളിൽ കൊണ്ട് വിരിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അധികം വെയിലും ഇല്ല, പക്ഷെ കുറച്ച് മഴക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസൊക്കെ മുകളിൽ നിന്നിട്ട് എടുക്കാം. പിന്നെ ആസ് യൂഷ്വൽ എൻ്റെ ചെടികളൊന്ന് ഞാൻ വാച്ച് ചെയ്യും. ഇത് മനയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വേപ്പും തൈയാണ് കേട്ടോ. പിന്നെ എൻ്റെ ചെമ്പരത്തി നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. 2 പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് പയറിൻ്റെ ചെടിയാണ്. ഇതിൽ ഓൾറെഡി കുറച്ച് പയറൊക്കെ ഞാൻ ഉണ്ടായിട്ട് പറിച്ചെടുത്ത് കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ച് 2-3 എണ്ണമൊക്കെ അതിൽ നിൽപ്പുണ്ട്. 2 ചട്ടിയിലായിട്ട് കുറച്ചധികം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് കുറ്റിപ്പയറാണ്, അങ്ങനെ ഹൈറ്റ് വരുന്നില്ല. ഇന്നലത്തെ വ്ളോഗ് ഒരു ഈവനിങ് ആയപ്പോൾ എൻഡ് ചെയ്യേണ്ട വന്നു. കാരണം ഞാൻ ഫോറം മാളിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല മഴ പെയ്തുകൊണ്ട് ആ പോവൽ ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ഡേ പോവാം. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് ബാക്കിയുള്ള വ്ളോഗും കൂടെ എടുക്കാം. അങ്ങനെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് ചോറും ഉള്ളി സാമ്പാറും വയ്ക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിയൊക്കെ നല്ലോണം കഴുകുന്നുണ്ട്. അരി ഒരു 4 പ്രാവശ്യം നല്ലപോലെ കഴുകിയതിന് ശേഷം അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് വേവിക്കാനായിട്ട്. അരി അപ്പോൾ ഒരു സൈഡിലിരുന്ന് വേവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഉള്ളിയൊക്കെ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വയ്ക്കാം.
പിന്നെ അതിലേക്ക് തക്കാളി വേണം, പച്ചമുളക് വേണം, കറിവേപ്പില വേണം. അതൊക്കെ ഞാൻ നല്ലപോലെ കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് ബാക്കി സാമ്പാറിലേക്കുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു കപ്പ് അളവിന് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി ഒരു കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നേരത്തെ നമ്മൾ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി, ചുവന്നുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വേവിക്കാനായിട്ട് വെക്കാം. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് സാമ്പാറിൽ ആഡ് ചെയ്യാനുള്ള പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഒരു 2 വിസിൽ വന്നപ്പോഴത്തേനും നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പും ഉള്ളിയും ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പുളി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ്. ഞാനിങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് സാമ്പാറിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാറ്. പിന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സാമ്പാർ പൊടിയും പുളിവെള്ളവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഞാനൊരു പാനിൽ കോക്കനട്ട് ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ ദേ ഞാൻ ഫോറം മാളിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫോറം മാളിൻ്റെ ഉള്ളിൽ തന്നെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അങ്ങോട്ടേക്കാണ് വന്നത്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നടന്നിട്ടാണ് വന്നത്. പിന്നെ ഓണത്തിൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കുറേ പൂക്കളൊക്കെ അവർ അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരുവിധം സാധനങ്ങളൊക്കെ കിട്ടും. ലുലു മാള് പോലെ തന്നെ ഇവിടെയും ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനിതുപോലെ മേടിച്ചു. പിന്നെ ചെറിയ ചെറിയ ഓരോ ക്ലിപ്പ് എടുത്തു. പിന്നെ ഞാൻ അധികം എടുക്കാൻ നിന്നില്ല, കാരണം അവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഊബറിൽ കയറി വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലുലു മാളിൽ നിന്ന് ഈ കപ്പ്, ഇതേ സെയിം കപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഇവിടെ ഫോറം മാളിൽ നോക്കിയപ്പോൾ ഇത് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ 2 ഇത് സെയിം വാങ്ങി. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് റൈസ്, ഹെന്ന പൗഡർ, പിന്നെ കുറച്ച് സ്നാക്സും കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.